ചരക്ക് കപ്പൽ അപകടത്തിൽപ്പെട്ട് കൊല്ലം തീരത്തടിഞ്ഞ കണ്ടെയ്നറുകൾ കടൽ മാർഗം നീക്കം ചെയ്യാൻ ശ്രമം. മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി നിയോഗിച്ച ടീം അംഗങ്ങളാണ് നടപടികൾ ഏകോപിപ്പിക്കുന്നത്. താൽക്കാലികമായി കൊല്ലം ഹാർബറിലേക്കായിരിക്കും കണ്ടെയ്നറുകൾ മാറ്റുക. NDRF സംഘവും പരിശോധന നടത്തിയിരുന്നു. അതേസമയം കടലിൽ കാറ്റും തിരയും രൂക്ഷമാണ്. വിവരങ്ങളുമായി M. മനോജ് ചേരുന്നു. മനോജ്, കൊല്ലം തീരത്തടിഞ്ഞ കണ്ടെയ്നറുകൾ കടൽ മാർഗം തന്നെ നീക്കം ചെയ്യാനുള്ള ശ്രമമാണ് നടക്കുന്നത് എന്നാണ് അധികൃതർ വ്യക്തമാക്കിയിരിക്കുന്നത്. താൽക്കാലികമായി ഒരുപക്ഷേ ഈ കൊല്ലം ഹാർബറിലേക്ക് കണ്ടെയ്നറുകൾ അടുപ്പിക്കുമെങ്കിലും തുടർന്ന് എപ്രകാരമായിരിക്കും അവിടെ നിന്നും മറ്റു നടപടികളിലേക്ക് കടക്കുക? രോഹിണി, ഇപ്പോൾ കണക്ക് പ്രകാരം 32 കണ്ടെയ്നറുകൾ ഈ കൊല്ലം തീരത്തേക്ക് അടിഞ്ഞു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതിൽ ചിലതൊക്കെ തകർന്നതും നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നതിന് സമീപം ഈ കണ്ടെയ്നറിൻ്റെ ഒരു ഭാഗം ഇപ്പോൾ വന്ന് ഈ പാറകൾക്കിടയിലേക്ക് എത്തിയിട്ടുണ്ട്. എന്തായാലും ഈ കണ്ടെയ്നറുകളൊക്കെ തന്നെ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ എത്തി അതെല്ലാം സ്വീസ് ചെയ്ത്, അതായത് അതെല്ലാം കണ്ടുകിട്ടിയ ശേഷം അതിന് ചുങ്കം ചുമത്തുമെന്നുള്ള കാര്യം അത് നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു. കടലിൽ ഏതൊരു വസ്തു ഇത്തരത്തിൽ പോയി കഴിഞ്ഞാലും അത് കസ്റ്റംസിൻ്റെ കസ്റ്റഡിയിലാണ്. അത് കസ്റ്റംസിൻ്റെ നടപടിക്രമങ്ങളാണ്. എന്തായാലും അതൊക്കെ തന്നെ പൂർത്തിയാക്കി ഇനി കമ്പനിക്ക് ഈ കണ്ടെയ്നറുകൾ നീക്കം ചെയ്യാമെന്നുള്ള നടപടിക്രമമാണ്. അതിനുവേണ്ടി ഈ കമ്പനിയും, അതായത് ഈ കപ്പൽ കമ്പനി തന്നെ നിയോഗിച്ചിട്ടുള്ള ആളുകളാണ് ഇന്ന് ഇവിടേക്ക് എത്തിയത്. ടീമംഗങ്ങൾ ഇവിടേക്ക് എത്തി. മത്സ്യത്തൊഴിലാളികളും കൂടെ അവരെ സഹായിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ കണ്ടെയ്നറുകൾ അവിടെ നിന്നും കെട്ടി, അതായത് ബോട്ടിൽ പോയ ശേഷം അവിടെ നിന്നും കെട്ടിക്കൊണ്ട് നേരെ കൊല്ലം പോർട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടത്തുന്നത്. അത്തരത്തിൽ ആദ്യ ശ്രമം നടക്കുന്നുണ്ട് ഇപ്പോൾ. അതായത് ഈ ഭാഗത്ത് നിന്നും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ ഉള്ളിലേക്കാണ് ഒരു കണ്ടെയ്നർ ഒഴുകിപ്പോയിരിക്കുന്നത്. കൊല്ലം പോർട്ടിന് സമീപത്തേക്ക് ഉള്ള ആദ്യത്തെ കണ്ടെയ്നറാണ് വലിച്ചു കൊണ്ടുപോകുവാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി ഈ ടീം അംഗങ്ങളും അതോടൊപ്പം തന്നെ മത്സ്യത്തൊഴിലാളികളായിട്ടുള്ള ആളുകളും ഈ ബോട്ടിൽ നിന്നും ഒരു 4 പേരടങ്ങുന്ന സംഘം അവിടേക്ക് ഈ കടലിലേക്ക് ചാടി നേരെ കണ്ടെയ്നറിന് അടുത്തേക്ക് പോയി കണ്ടെയ്നർ വടം കൊണ്ട് കെട്ടി ഈ ബോട്ടിലേക്ക് വീണ്ടും ബോട്ട് കൊണ്ട് വലിച്ചുകൊണ്ട് പോകുന്ന ഒരു ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെയൊക്കെ ദൃശ്യങ്ങൾ നമുക്ക് ലഭ്യമാകും. എന്തായാലും നേരെ കൊണ്ടുപോകുന്നത് കൊല്ലം പോർട്ടിലേക്കായിരിക്കും. അങ്ങനെ ആദ്യ ശ്രമം വിജയിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഓരോ കണ്ടെയ്നറുകളായി അത്തരത്തിൽ തന്നെയായിരിക്കും കൊണ്ടുപോവുക. ആദ്യം ഈ കണ്ടെയ്നറുകളെല്ലാം, അതായത് ഒഴുകി നടക്കുന്നവ ആദ്യം എത്തിക്കുക എന്നുള്ളതാണ് ദൗത്യം. ആ ദൗത്യം വിജയകരമായി പൂർത്തിയാക്കിയാൽ പിന്നീട് ഈ കരയിൽ അടിഞ്ഞുകൂടിയ കണ്ടെയ്നറുകൾ എത്തിക്കുവാനുള്ള ശ്രമമായിരിക്കും. റോഡ് മാർഗം എത്തിക്കണമെന്നായിരുന്നു ആദ്യമുള്ള തീരുമാനം. പക്ഷേ റോഡിലൂടെ കൊണ്ടുപോകുന്നതിൽ ചില ബുദ്ധിമുട്ടുകളുണ്ട്. കടലിലും അതുപോലെ തന്നെയാണ്. എതിർദിശയിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. കാറ്റ് വീശുന്നുണ്ട്. അതോടൊപ്പം തന്നെ തിരയും ശക്തമാണ്. വേലി ഇറക്ക സമയത്ത് മാത്രമേ ഈ പ്രവർത്തനം സാധ്യമാകുകയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഈ സമയം, അതായത് 4:30 മുതൽ 6:30 വരെ ഇത്തരത്തിൽ വേലിയിറക്ക സമയമായിരുന്നു. ആ സമയത്തിനിടയ്ക്കാണ് ഇത്തരത്തിൽ ഒരു ശ്രമം നടത്തിയിരിക്കുന്നത്. എന്തായാലും അതിന് വേണ്ട കോർഡിനേഷൻ എല്ലാം, അതായത് ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ഒരു യോഗം നടന്നിരുന്നു. യോഗത്തിൽ ഇവർക്ക് വേണ്ട നിർദ്ദേശമടക്കം കൃത്യമായി ഉദ്യോഗസ്ഥർ നൽകിയിരുന്നു. അത് കൊണ്ട് തന്നെ ആദ്യം പോർട്ടിനടുത്തുള്ള കണ്ടെയ്നർ ഏതാണോ അത് തിരഞ്ഞുപിടിച്ച് അതിനെ ആദ്യം ഈ പോർട്ടിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അത് എത്തിച്ചു കഴിഞ്ഞ ശേഷം ഓരോ കണ്ടെയ്നറുകളായി ഇവർ ഐഡൻറ്റിഫൈ ചെയ്താണ് കൊണ്ടുപോകുന്നത്. എന്തായാലും ഓരോ കണ്ടെയ്നറുകൾ വരുമ്പോഴും, അതായത് 32 കണ്ടെയ്നറുകൾ ഈ കൊല്ലം തീരത്ത് വിവിധ ഇടങ്ങളിലായി അടിഞ്ഞിട്ടുണ്ട്. അതൊക്കെ തന്നെ ഈ പോർട്ടിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ പിന്നീട് അത് കമ്പനിയുടെ, അതായത് കസ്റ്റംസിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞാൽ അത് കമ്പനിക്ക് നീക്കം ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ കമ്പനി നിയോഗിച്ചിട്ടുള്ള ആ ടീം അംഗങ്ങൾ അത് കൊണ്ടുപോകുവാനുള്ള മറ്റ് ഏർപ്പാടുകൾ ചെയ്യുമെന്നുള്ളത് തന്നെയാണ്. എന്തായാലും ആ നടപടി പിന്നീടാണ് ഉണ്ടാകുക. അതിനു മുമ്പായി എത്രയും വേഗം തന്നെ ഈ ഒഴുകി നടക്കുന്ന കണ്ടെയ്നറുകളെല്ലാം അവിടേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ദൗത്യം. അതിനു വേണ്ടിയിട്ടുള്ള ആദ്യ ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് വിജയകരമാകുമെന്ന് തന്നെയാണ് ഉദ്യോഗസ്ഥരും നമ്മളോട് പങ്കുവയ്ക്കുന്ന വിവരം. എന്തായാലും ഈ ഒരു ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും തിര വളരെയധികം ശക്തമാണ്. ഇതിനിടയിലാണ് ഇത്തരത്തിൽ ഒരു ദൗത്യം നടക്കുന്നത്. NDRFിൻ്റെ സംഘമൊക്കെ ഈ സ്ഥലത്ത് വന്ന് പരിശോധന നടത്തിയിരുന്നു. എത്തരത്തിലാണ് കണ്ടെയ്നറുകൾ എത്തിക്കേണ്ടത് എന്നതിനെപ്പറ്റി ചർച്ചയ്ക്ക് ശേഷം അവരൊക്കെ തന്നെ പറയാമെന്നാണ് നേരത്തെ അറിയിച്ചിരുന്നത്. എന്തായാലും ഇപ്പോൾ അതിനുള്ള ശ്രമങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതിനുവേണ്ടി ഈ ടീം അംഗങ്ങൾ കടലിലേക്ക് ബോട്ടുമായി ഇറങ്ങി എന്നുള്ളത് തന്നെയാണ്. എന്തായാലും മനോജ്, നമുക്കും അത്തരം വിവരങ്ങൾ തന്നെയാണ് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്നത്. അതായത്
കൊല്ലം ഹാർബറിലേക്കായിരിക്കും കണ്ടെയ്നറുകൾ മാറ്റുക. അതിനുള്ള മുന്നൊരുക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. NDRF സംഘം സ്ഥലത്ത് പരിശോധന നടത്തിയിരുന്നു. ഒരല്പം പ്രകൃതിക്ഷോഭം നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ്. കാറ്റും തിരയുമൊക്കെ രൂക്ഷമാണ്. പക്ഷേ നിലവിൽ ഇപ്പോൾ ആ കണ്ടെയ്നറുകൾ വലിച്ച് കൊല്ലം ഹാർബറിലേക്ക് മാറ്റാനുള്ള ഒരു നടപടികളുടെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഏറെ ശ്രമകരമായ ഒരു ദൗത്യം തന്നെയാണ്. അതിനുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് കൂടി പോയി വരാം. കൊല്ലം തീരത്തടിഞ്ഞ കണ്ടെയ്നറുകൾ കടൽമാർഗം തന്നെ നീക്കം ചെയ്യാനുള്ള ശ്രമമാണ് നടക്കുന്നത്. പക്ഷേ താൽക്കാലികമായി ഇപ്പോൾ കൊല്ലം ഹാർബറിലേക്ക് അടുപ്പിക്കും. അതിനുശേഷമായിരിക്കും പിന്നെ തുടർ നടപടികൾ സ്വീകരിക്കുക. എന്തായാലും NDRF സംഘം പരിശോധന നടത്തുന്നുണ്ട്. നമ്മളിപ്പോൾ കണ്ടത് ഈ കണ്ടെയ്നറുകൾ വലിച്ചു നീക്കുന്ന ദൃശ്യങ്ങളാണ്.